ഹലോ, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്യാബിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ വിൻഡ്സ് ഓഫ് ചേഞ്ച് എന്ന സെക്കൻഡ് യൂണിറ്റിലെ ഡ്രീംസ് റിയലൈസ്ഡ് എന്ന ഫസ്റ്റ് ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് മഹാദേവ് ദേശായി ആണ്. നമുക്ക് ആദ്യം ഓഥറിനെ കുറിച്ചൊന്ന് നോക്കാം. മഹാദേവ് ദേശായി, ബോൺ ഓൺ 1st January 1892, was an Indian independence activist, scholar and writer, best remembered as Mahatma Gandhi's personal secretary. മഹാദേവ് ദേശായി ജനിക്കുന്നത് ജാനുവരി 1, 1892 അദ്ദേഹം ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിവിസ്റ്റ് ആയിരുന്നു, ഒരു സ്കോളർ ആയിരുന്നു, റൈറ്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് അറിയപ്പെട്ടിരുന്നു. He has variously been described as Gandhi's Boswell, a Plato to Gandhi's Socrates, or an Ananda to Gandhi's Buddha. ഗാന്ധിസ് ബോസ്വെൽ, പ്ലേറ്റോ ടു ഗാന്ധി സോക്രേറ്റ്സ്, ഇങ്ങനെയുള്ള പല ടൈറ്റിലുകളിൽ അദ്ദേഹത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. മഹാദേവ് ദേശായി വാസ് എൻ ഔട്ട്സ്റ്റാൻഡിംഗ് റൈറ്റർ അറ്റ് ഈസ് വിത്ത് ഗുജറാത്തി, ബംഗാളി ആൻഡ് ഇംഗ്ലീഷ്. അദ്ദേഹം ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് റൈറ്റർ ആയിരുന്നു. ഗുജറാത്തിയിൽ, ബംഗാളിയിൽ, ഇംഗ്ലീഷിലൊക്കെ അദ്ദേഹം എഴുത്തുകൾ ചെയ്തിട്ടുണ്ട്. ഹി ഈസ് ഹൈലി റിഗാർഡഡ് ആസ് എ ട്രാൻസ്ലേറ്റർ ആൻഡ് റൈറ്റർ ഇൻ ഗുജറാത്തി. ഗുജറാത്തിയിൽ ഒരു എഴുത്തുകാരനായിട്ട്, ട്രാൻസ്ലേറ്ററായിട്ടൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഹി റോഡ് സെവറൽ ബയോഗ്രഫീസ്, ധാരാളം ബയോഗ്രഫികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഹി വാസ് ഓൾസോ എ റെഗുലർ കോൺട്രിബ്യൂട്ടർ ടു ഗാന്ധിസ് പബ്ലിക്കേഷൻസ് യങ് ഇന്ത്യ, നവജീവൻ ആൻഡ് ഹരിജൻ ബന്ധു. അദ്ദേഹം ഒരു കോൺട്രിബ്യൂട്ടറും കൂടെയായിരുന്നു ഗാന്ധിജിയുടെ പബ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട്. അതുപോലെ അദ്ദേഹം മരിക്കുന്നത് 15 August 1942 and was posthumously awarded the സാഹിത്യ അക്കാദമി അവാർഡ് in 1955. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു 1955. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഡ്രീംസ് റിയലൈസ്ഡ്. ഈ ചാപ്റ്ററിലൂടെ ഗാന്ധിജിയുടെ ഇംഗ്ലണ്ടിലെ വിസിറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗാന്ധിജിക്ക് ഇന്ത്യയെക്കുറിച്ചുണ്ടായിരുന്ന സ്വപ്നങ്ങളും അത് അദ്ദേഹം എങ്ങനെ നേടിയെടുത്തുവെന്നും ഈ ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് പാരഗ്രാഫ്. During his visit to England, Gandhiji attended many meetings that were organized to honor him. ഗാന്ധിജി ഇംഗ്ലണ്ടിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഗാന്ധിജിയെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ധാരാളം മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. The students of France organized a reception for the spiritual ambassador of India. ഇന്ത്യയുടെ സ്പിരിച്വൽ അംബാസിഡറായിട്ടാണ് ഗാന്ധിജി അറിയപ്പെട്ടിരുന്നത്. ഈ സ്പിരിച്വൽ അംബാസിഡറിന് വേണ്ടിയിട്ട് ഫ്രാൻസിലെ സ്റ്റുഡൻസ് ഒരു റിസപ്ഷൻ അവിടെ ക്രമീകരിച്ചിരുന്നു. ദേ വെൽക്കംഡ് ഹിം ആസ് വൺ ബ്രിങ്ങിങ് ലൈറ്റ് ടു ദ എക്സ്പ്ലോയിറ്റേഷൻ ബ്ലൈൻഡഡ് വെസ്റ്റ്. ഈ സ്റ്റുഡൻസ് അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്നത് ചൂഷണം കൊണ്ട് ബ്ലൈൻഡായി പോയിട്ടുള്ള വെസ്റ്റിലെ ആൾക്കാർക്ക് ലൈറ്റ് കൊണ്ടുവന്ന, അല്ലെങ്കിൽ പ്രകാശം കൊണ്ടുവന്ന ഒരാളായിട്ടും, അതുപോലെ തന്നെ ഹീലിംഗ് ബാം ടു ദ വാർ വെയറി യൂറോപ്പ്, യുദ്ധത്താൽ ക്ഷീണിക്കപ്പെട്ട അല്ലെങ്കിൽ തളർന്നു പോയ യൂറോപ്പിന് ഒരു ഹീലിംഗ് ബാമായിട്ട്, അല്ലെങ്കിൽ ഒരു മരുന്നായിട്ട് വന്ന ആളായിട്ടുമാണ് ഗാന്ധിജിയെ അവർ വെൽക്കം ചെയ്യുന്നത്. അതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ. ഗാന്ധിജിയെ അറിയപ്പെട്ടിരുന്നത് എക്സ്പ്ലോയിറ്റേഷൻ ബ്ലൈൻഡഡ് വെസ്റ്റിന് ഒരു പ്രകാശമായിട്ടും വാർവെയറി യൂറോപ്പിന് ഒരു ഹീലിംഗ് ബാമായിട്ടും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രാൻസിലെ സ്റ്റുഡൻസ് അദ്ദേഹത്തെ നന്നായിട്ട് വെൽക്കം ചെയ്തു. In his reply, Gandhiji addressed them as friends and fellow students. ഗാന്ധിജി ആ സ്റ്റുഡൻസിനെ അഭിസംബോധന ചെയ്യുന്നത് ഫ്രണ്ട്സ് എന്നും ഫെലോ സ്റ്റുഡൻസ് എന്നുമാണ്. Since I visited France as a student to see exhibition at Paris in 1890. അദ്ദേഹം പറയാണ്, ഞാൻ 1890 പാരീസ് വിസിറ്റ് ചെയ്തിരുന്നു ഒരു എക്സിബിഷന് വേണ്ടിയിട്ട്. I have learnt something of the traditions of your country. അങ്ങനെ എനിക്ക് നിങ്ങളുടെ ട്രഡീഷനെക്കുറിച്ച്, നിങ്ങളുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചൊക്കെ അന്ന് പഠിക്കാൻ സാധിച്ചു. ആൻഡ് ഓഫ് ദി ടീച്ചിങ്സ് ഓഫ് റൂസോ ആൻഡ് വിക്ടർ ഹ്യൂഗോ. റൂസോയുടെയും വിക്ടർ ഹ്യൂഗോയുടെയൊക്കെ ടീച്ചിങ്സിനെ കുറിച്ച് എനിക്കന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. Now on my entering upon my mission, my very difficult mission in India, it heartens me to find a welcome from you. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു മിഷനുണ്ട്. ആ മിഷൻ ഇന്ത്യയെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ വെൽക്കം ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ തന്നെ സ്വീകരിക്കുകയാണ്. സെക്കൻഡ് പാരഗ്രാഫ്. He
He expounded the message of nonviolence to the youth. He explained that nonviolence was no weapon of the weak but of the strongest. ഈ പാരഗ്രാഫിലൂടെ അദ്ദേഹം നോൺ വയലൻസ് എന്ന ആ ഒരു ആശയം കുട്ടികളിലേക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് നോൺ വയലൻസ് എന്നുള്ളത് വീക്കായിട്ടുള്ള ആൾക്കാരുടെ വെപ്പണല്ല, അത് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ വെപ്പണാണ്, ആയുധമാണ്. സ്ട്രെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മസിലിൻ്റെ സ്ട്രെങ്ത് അല്ല, പിന്നെന്താണ്? ടു എ നോൺ വയലൻറ്റ് മാൻ സ്ട്രെങ്ത് ഓഫ് മസിൽ ഇസ് നോട്ട് നെസസറി ബട്ട് എ സ്ട്രോങ് ഹാർട്ട് ഈസ് എൻ ആബ്സല്യൂട്ട് നെസസിറ്റി. നോൺ വയലൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മസിൽ സ്ട്രെങ്തിൻ്റെ ആവശ്യം ഇല്ല. അദ്ദേഹത്തിന് എന്താ വേണ്ടിയത്? ഹാർട്ടിൻ്റെ, മനസ്സിൻ്റെ ശക്തിയാണ് ആവശ്യം. ടു കിൽ ആൻഡ് ടു ബി കിൽഡ് ഇൻ ഫൈറ്റിംഗ് ആൻ എനിമി ആർ ആക്ട് ഓഫ് ബ്രേവറി. എല്ലാവരും ധീരതയുടെ അടയാളങ്ങളായിട്ട് കണക്കാക്കുന്നത് ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെടുക, ഇതൊക്കെയാണ്. പക്ഷേ but to stand the blows of your adversaries and not to retaliate is a greater form of bravery. ബ്രേവറിയുടെ അല്ലെങ്കിൽ ധീരതയുടെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് ശത്രുക്കളുടെ അടിയുടെ മുന്നിൽ തിരിച്ചടിക്കാതെ നിന്നു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ധീരത. ദാറ്റ് ഈസ് പ്രിസൈസ്ലി വാട്ട് ഇന്ത്യ ഹാസ് ബീൻ ട്രെയിനിങ് ഹെർസെൽഫ് ഫോർ. ആ ഒരു ട്രെയിനിങ് ആണ് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. Third paragraph. In one of his speeches, he brought out the relation between education and non-violence. ഈ പാരഗ്രാഫിൽ അദ്ദേഹം എഡ്യൂക്കേഷനും നോൺ വയലൻസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് പറയുന്നത്. He said, real education consists not in packing the brain with facts and figures. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനിനകത്ത് നിറച്ച് ഫാക്ട്സ്, ഫിഗേഴ്സ് ഒക്കെ കുത്തി നിറച്ച് വയ്ക്കുന്നതല്ല. നോട്ട് ഇൻ പാസിംഗ് എക്സാമിനേഷൻ ബൈ റീഡിങ് ന്യൂമറസ് ബുക്സ്. ധാരാളം ബുക്കുകൾ വായിച്ച് കാണാതെ പഠിച്ച് അതെഴുതി എക്സാമിനേഷൻ പാസ് ചെയ്യുന്നതല്ല റിയൽ എഡ്യൂക്കേഷൻ. പിന്നെ എന്താണ് റിയൽ എഡ്യൂക്കേഷൻ? ബട്ട് ഇൻ ഡെവലപ്പിംഗ് ക്യാരക്ടർ. ക്യാരക്ടറിലുണ്ടാകുന്ന, നമ്മുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ഡെവലപ്മെൻ്റാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്നാണ് അദ്ദേഹം പറയുന്നത്. I can say that if you explore the possibilities of non-violence, you will find that without character it will prove a profitless study. അപ്പോൾ അദ്ദേഹം പറയുന്നു, ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതില്ലാതെ എത്രയധികം നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞാലും ആ സ്റ്റഡീസൊക്കെ പ്രോഫിറ്റ്ലെസ് ആണ്, ഒരു ലാഭവുമില്ലാത്ത പഠനങ്ങളാണ്. In a movement such as we are conducting in India, we need the intellectual sympathy of the whole world. അത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ കണ്ടക്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇൻ്റലക്ച്വൽ സിമ്പതിയാണ്. ഇത്രയേ ഉള്ളൂ. ഈ പാരഗ്രാഫിലൂടെ അദ്ദേഹം ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. Scores of letters came to Gandhiji daily from all parts of Britain and the continent, welcoming him and expressing sympathy for his mission. ഇപ്പോൾ ഗാന്ധിജിക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്ന്, ബ്രിട്ടൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ ധാരാളം കത്തുകളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള കത്തുകൾ, അദ്ദേഹത്തിൻ്റെ മിഷന് സിമ്പതി അർപ്പിച്ചുകൊണ്ടുള്ള കത്തുകൾ, അങ്ങനെ ധാരാളം ലെറ്റേഴ്സ് ഇപ്പോൾ അദ്ദേഹത്തിന് വരുന്നുണ്ട്. അതുപോലെ ഓൾഡ് ഫ്രണ്ട്സ് ഹു ന്യൂ ഹിം ഇയേഴ്സ് എഗോ ആസ് എ യങ് സ്റ്റുഡൻറ്റ് ടേൺഡ് അപ്പ് ടു സീ ഹിം. അദ്ദേഹത്തിൻ്റെ പഴയ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിൻ്റെ ആ ഫ്രണ്ട്ഷിപ്പ് വലയത്തിലുണ്ട്. അവരൊക്കെ ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നു, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് റിന്യൂ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നു. കാരണം അത്രയധികം ഗാന്ധിജി ഫേമസ് ആയി കഴിഞ്ഞു. ഈവൻ സെലിബ്രിറ്റീസ് ഹു ഹാഡ് ഹേർഡ് അബൌട്ട് ഹിം വെയർ ഈഗർ ടു മീറ്റ് ഹിം ഇൻ പേഴ്സൺ. സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ പോലും അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുകയും അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. Perhaps few would believe that when Gandhiji was told that Mr. Charlie Chaplin would like to see him, he innocently asked who that distinguished person was. ഗാന്ധിജിയോട് ഒരിക്കൽ മിസ്റ്റർ ചാർലി ചാപ്ലിൻ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഗാന്ധിജി വളരെ ഇന്നസെൻ്റായിട്ട് ആ ആളിനോട് തിരിച്ചു ചോദിക്കുകയാണ്, ശരിക്കും ആരാണ് മിസ്റ്റർ ചാർലി ചാപ്ലിൻ? വളരെ ഇന്നസെൻ്റായിട്ടാണ് അദ്ദേഹം ചാർലി ചാപ്ലിൻ ആരാണെന്ന് ചോദിക്കുന്നത്.
But as soon as he was told that Mr. Chaplin came from the people and lived for the people, പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി മിസ്റ്റർ ചാർലി ചാപ്ലിൻ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ഒരാളാണെന്നും lived for the people, പീപ്പിളിന് വേണ്ടി ജീവിച്ച ഒരാളാണെന്നും ആൻഡ് ദാറ്റ് ഹി മെയ്ഡ് മില്യൺസ് ലാഫ്, ധാരാളം ആൾക്കാരെ ചിരിപ്പിച്ച ഒരു വ്യക്തിയാണെന്നും ഒക്കെ മനസ്സിലാക്കി. ഹി എഗ്രീഡ് ടു മീറ്റ് ഹിം. പിന്നീട് ചാർലി ചാപ്ലിന് തന്നെ കാണാനും സംസാരിക്കാനുള്ള അനുമതി അദ്ദേഹം നൽകുകയും ചെയ്തു. ചാർലി ചാപ്ലിൻ ഹാഡ് എവിഡൻലി ഹേർഡ് ഓഫ് ഗാന്ധിജീസ് സ്പിന്നിങ് വീൽ. ചാർലി ചാപ്ലിൻ നേരത്തെ തന്നെ ഗാന്ധിജിയുടെ സ്പിന്നിങ് വീലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചർക്കയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ചാപ്ലിന് ഗാന്ധിജിയെ കാണാൻ അവസരം കിട്ടിയപ്പോൾ, സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ, ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹി ആസ്ക്ഡ് വാസ് വൈ ഗാന്ധി വാസ് എഗൻസ്റ്റ് മെഷീനറി. ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ടാണ് ഗാന്ധിജി യന്ത്രങ്ങൾക്ക് എതിരായിട്ട് സംസാരിച്ചത്, യന്ത്രവൽക്കരണത്തിനെതിരായിട്ട് സംസാരിച്ചത് എന്നുള്ളതായിരുന്നു. ദ ക്വസ്റ്റ്യൻ ഡിലൈറ്റഡ് ഗാന്ധിജി. ഗാന്ധിജിക്ക് വളരെ സന്തോഷം തോന്നിയ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ ഹു എക്സ്പ്ലെയിൻ ടു ഹിം ഇൻ ഡീറ്റെയിൽ, വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന് മറുപടി അദ്ദേഹം കൊടുക്കുന്നുണ്ട്. വൈ ദ 6 months അൺഎംപ്ലോയ്മെൻറ്റ് ഓഫ് ദി ഹോൾ പെസൻറ്റ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ മേഡ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഹിം ടു റീസ്റ്റോർ ദം. അദ്ദേഹം പറയാണ് 6 മാസത്തോളം പാവങ്ങളായ കർഷകരായ ആൾക്കാർ ജോലിയില്ലാതെ കഴിഞ്ഞു. മെഷീനും ഒക്കെ വന്നു കഴിയുമ്പോൾ ജനങ്ങൾക്ക് അവരുടെ ജോലി നഷ്ടപ്പെടും. അവരുടെ ശരീരത്തിലുള്ള ഊർജം കൊണ്ട് അവർ പണി ചെയ്യുകയാണെങ്കിൽ അവർക്ക് എല്ലാ ദിവസവും തന്നെ തൊഴിൽ ഉണ്ടാകും. മെഷീൻ ആ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ജോലി നഷ്ടപ്പെടും, അവർ അൺഎംപ്ലോയിഡായിട്ട് മാറും. അതുകൊണ്ടാണ് താൻ യന്ത്രവൽക്കരണത്തിന് എതിരായിട്ട് നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഗാന്ധിജി സെഡ്, ഇൻ ക്ലോത്ത് ആൻഡ് ഫുഡ് എവറി നേഷൻ ഷുഡ് ബി സെൽഫ് കണ്ടെയ്ൻഡ്. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഫുഡിൻ്റെയും ക്ലോത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ എല്ലാ നേഷനും സെൽഫ് കണ്ടെയ്ൻഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫോറിൻ ലാൻഡിനെ ആശ്രയിക്കാതെ ജീവിക്കാൻ ഓരോ രാജ്യങ്ങൾക്കും സാധിക്കണം. വി വെർ സെൽഫ് കണ്ടെയ്ൻഡ് ആൻഡ് വാട്ട് ടു ബി സോ എഗെയിൻ. നമ്മളുടെ നാട്ടിലെ ജോലി നമ്മൾ തന്നെ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജോലി നമുക്കൊരിക്കലും നഷ്ടപ്പെടത്തില്ല. യന്ത്രങ്ങൾ കഴിവതും ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും എന്ന് ഗാന്ധിജി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നെക്സ്റ്റ് പാരഗ്രാഫ്. There were requests from various women's organizations for an address by Gandhiji, and he addressed the Women's India Council in Morley College Hall. അദ്ദേഹത്തിന് ധാരാളം വിമൻസ് ഓർഗനൈസേഷനിൽ നിന്ന് റിക്വസ്റ്റുകൾ വരാൻ തുടങ്ങി, അവരെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹം വിമൻസ് ഇന്ത്യ കൗൺസിൽ മോർലി കോളേജ് ഹാളിൽ വെച്ച് നടന്ന ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം സ്ത്രീകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. At this meeting, Gandhiji took the opportunity of correcting various notions about the women of India. ആ ഒരു മീറ്റിങ്ങിൽ ഗാന്ധിജി ഇന്ത്യയിലെ സ്ത്രീകളെക്കുറിച്ചുണ്ടായിരുന്ന വിവിധങ്ങളായ ചിന്താധാരകളെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. He presented a vivid picture of the heroic part they played during the freedom struggle. ഫ്രീഡം സ്ട്രഗിളിൻ്റെ സമയത്ത് സ്ത്രീകൾ ചെയ്തിരുന്ന ആ ഒരു റോള് അല്ലെങ്കിൽ അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ വലിയതായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. നോ ഹിൻഡ്രൻസസ് ഹാവ് ബീൻ പ്ലേസ്ഡ് ഇൻ ദ വേ ഓഫ് ദെയർ എൻറ്ററിങ് പബ്ലിക് ലൈഫ്. പബ്ലിക് ലൈഫിലേക്ക് പ്രവേശിക്കുന്നതിൽ ഒരു തടസ്സങ്ങളും അന്നവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടില്ല. ഫോർ സെവറൽ ഇയേഴ്സ് വെൻ അവർ ഓർഗനൈസേഷൻ വെർ ഡിക്ലെയർഡ് ഇല്ലീഗൽ. വർഷങ്ങൾ അല്ലെങ്കിൽ ധാരാളം സമയങ്ങൾ നമ്മളുടെ ഓർഗനൈസേഷൻസൊക്കെ ഇല്ലീഗലായിട്ട് നിയമപരമല്ല എന്ന് പറഞ്ഞ് തള്ളപ്പെട്ട ആ ഒരു സമയത്ത് ദോസ് ഇൻ ചാർജ് ഓഫ് ദം പുട്ട് ഇൻ ടു പ്രിസൺ, ധാരാളം പേരെ അന്ന് ജയിലിലടച്ചു. അങ്ങനെ ആ ഒരു സമയത്ത് സ്ത്രീകളാണ് അതിനെതിരായിട്ട് ശക്തമായിട്ട് പ്രതികരിച്ചത്. ഇറ്റ് വാസ് ദ വുമൺ ഹൂ കെയിം ടു ദ ഫോർഫ്രണ്ട്. അന്ന് ഏറ്റവും ശക്തരായ പോരാളികളായിട്ട് മുന്നിൽ വന്നത് സ്ത്രീകളായിരുന്നു. ആൻഡ് ഫിൽഡ് ദ ജയിൽസ്. അതിനു വേണ്ടിയിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ അതിനും തയ്യാറായിട്ടായിരുന്നു അന്ന് സ്ത്രീകൾ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. ഇത്രയേ ഉള്ളൂ. സ്ത്രീകൾ വളരെ ശക്തരായ പോരാളികളായിരുന്നു ആ ഫ്രീഡം സ്ട്രഗിളിൻ്റെ സമയത്ത് എന്ന് അദ്ദേഹം പറയുകയാണ്. He then went on to describe how they come out
of their homes in one mass and showed an awakening which was miraculous. ഇവിടെ ഗാന്ധിജി വീണ്ടും ഡിസ്ക്രൈബ് ചെയ്യുകയാണ് സ്ത്രീകളുടെ ആ ഒരു അവേക്കനിങ്, ആ ഒരു ഉണർവ് ഭയങ്കര അത്ഭുതകരമായിരുന്നു, മിറാക്കുലസ് ആയിരുന്നു. അവർ കൂട്ടമായിട്ട് അവരുടെ വീടുകളിൽ നിന്ന് ഫ്രീഡം സ്ട്രഗിളിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. അതൊരു മിറാക്കുലസ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ദേ ടുക്ക് പാർട്ട് ഇൻ പ്രൊസഷൻ. അവർ പല പ്രൊസഷനിൽ പങ്കെടുത്തു, ജാഥകളിൽ പങ്കെടുത്തു. ഡിഫൈൽഡ് ദ ലോ, പല ബ്രിട്ടീഷുകാരുടെ നിയമങ്ങളെയും വളരെ ശക്തമായി ലംഘിച്ചു. ആൻഡ് ബോ ദ ലാത്തി ബ്ലോസ്, ധാരാളം ലാത്തി അടികൾ അവരെ ഏറ്റു. വിതൗട്ട് റൈസിങ് എ ലിറ്റിൽ ഫിംഗർ, എന്നിട്ടും അവരുടെ ഒരു ചെറുവിരൽ പോലും അവർ അനക്കിയില്ല. എന്ന് പറഞ്ഞാൽ അവർ അതിനെതിരായിട്ടൊന്നും പ്രവർത്തിച്ചില്ല, പ്രതികരിച്ചില്ല. നോൺ വയലൻസ് എന്ന ഒരു തത്വത്തിൽ അവർ ഉറച്ചു നിന്നു. ഇറ്റ് വാസ് നോട്ട് ലേൺഡ് വുമൻ like Sarojini Naidu, but hundreds of unlettered women who had lathi blows to the head, bleeding profusely, while standing unflinchingly, ordering their companions not to move. സരോജിനി നായിഡുവിനെ പോലെയുള്ള അറിവുള്ള ആൾക്കാരല്ല മാത്രമല്ല ഇതിനകത്തുണ്ടായിരുന്നത്, അൺലെറ്റേഡ് ആയിട്ടുള്ള, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ധാരാളം പ്രവർത്തകരന്ന് സ്ത്രീകളായിട്ട് ഉണ്ടായിരുന്നു. ധാരാളം പേർക്കന്ന് ലാത്തിയടികൾ ഏൽക്കേണ്ടതായിട്ട് വന്നു. അനേകർക്ക് വലിയ വലിയ മുറിവുകളുണ്ടായി, ബ്ലീഡിംഗ് ഉണ്ടായി. പക്ഷേ അതൊന്നും അവർ കാര്യമായിട്ട് എടുത്തില്ല. അവർ അവരുടെ കൂടെയുള്ള കമ്പാനിയനോട് പറയുകയാണ്, ഓർഡർ ചെയ്യുകയാണ്, നോട്ട് മൂവ്. എന്നാലും നമ്മൾ എന്ത് ചെയ്യരുത്, മാറരുത്. നമ്മളുടെ കാര്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് അഹിംസയോടെ പോരാടണം. About Indian independence, Gandhiji made his point of view clear at many meetings. ഗാന്ധിജി തനിക്ക് ഇന്ത്യ ഇൻഡിപെൻഡൻസിനെ കുറിച്ചുള്ള ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ധാരാളം മീറ്റിങ്ങുകളിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഐ എം നോട്ട് ഹിയർ ടു ബെഗ് ഫോർ ഇൻഡിപെൻഡൻസ്. ഞാനിവിടെ വന്നിട്ടുള്ളത് ഇൻഡിപെൻഡൻസ് നിങ്ങളോട് യാചിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ഐ ഹാവ് കം ആസ് എ റിസൾട്ട് ഓഫ് ലാസ്റ്റ് ഇയേഴ്സ് സഫറിങ്. ഞങ്ങൾ ഒത്തിരിയധികം സഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെടുത്ത ഒരു തീരുമാനമാണ് ഞങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുക എന്നുള്ളത്. ദർ ഇസ് നോ സച്ച് തിങ് ആസ് എ ഗിഫ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രം വൺ നേഷൻ ടു അനദർ. അദ്ദേഹം പറയുന്നു, ഒരു കാരണവശാലും ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് കൊടുക്കേണ്ട ഒരു ഗിഫ്റ്റ് അല്ല. ഐ എം ഹിയർ ടു ടെസ്റ്റിഫൈ ദാറ്റ് വി ഷാൽ കണ്ടിന്യൂ ദ പ്രോസസ് ഓഫ് സെൽഫ് സാക്രിഫൈസ് അൻറ്റിൽ അറ്റ് ലാസ്റ്റ് നോ ബ്രിട്ടീഷർ will want to remain in India as a ruler. ഞങ്ങൾ ഞങ്ങളുടെ സെൽഫ് സാക്രിഫൈസ് ഇനിയും കണ്ടിന്യൂ ചെയ്യും എന്ന് വരെ ഒരു ബ്രിട്ടീഷ് റൂളർ പോലും ഞങ്ങളുടെ രാജ്യത്ത് ഇല്ലാതെ വരുന്നിടം വരെയും ഞങ്ങളുടെ സെൽഫ് സാക്രിഫൈസ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുമെന്ന് അദ്ദേഹം പറയുന്നു. At the Federal Structure Committee of the Round Table Conference, Gandhiji spoke about his dream of independent India. ഗാന്ധിജി ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് വെച്ച് അദ്ദേഹത്തിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയെക്കുറിച്ചുള്ള ഡ്രീം അദ്ദേഹം പറയുന്നുണ്ട്. ഇഫ് ഐ വോണ്ട് ഫ്രീഡം ഫോർ മൈ കൺട്രി, ഐ ഡോണ്ട് വോണ്ട് ദ ഫ്രീഡം ഇൻ ഓർഡർ ദാറ്റ് ഐ മേ എക്സ്പ്ലോയിറ്റ് എനി അതർ റേസ് അപ്പോൺ എർത്ത് ഓർ എനി സിംഗിൾ ഇൻഡിവിജ്വൽ. ഞങ്ങളുടെ രാജ്യത്തിന് ഫ്രീഡം ആവശ്യമാണ്, പക്ഷേ മറ്റൊരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഞങ്ങളത് നേടിയെടുക്കത്തുമില്ല. ഞങ്ങൾക്ക് ഫ്രീഡം കിട്ടിയാൽ ഞങ്ങൾ മറ്റൊരു സിംഗിൾ ഇൻഡിവിജ്വലിനെ പോലും എക്സ്പ്ലോയിറ്റ് ചെയ്യത്തുമില്ല. ലാസ്റ്റ് പാരഗ്രാഫ്. Thus Gandhiji, along with all the other freedom fighters, persuaded the British rulers to give India her legitimate independence. അങ്ങനെ ഗാന്ധിജിയുടെയും കൂടെയുള്ള ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെയും പ്രവർത്തനം കാരണം ബ്രിട്ടീഷ് റൂളേഴ്സിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ ഇരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലെത്തി. അവർ സ്വാതന്ത്ര്യം നൽകിക്കൊടുക്കേണ്ടതിന് നിർബന്ധിതരായി. ഇൻ ഹിസ് വേർഡ്സ് വാസ് എ ബർത്ത് റൈറ്റ്. ശരിക്കും ഇന്ത്യയുടെ ബർത്ത് റൈറ്റാണ് അവരുടെ ഫ്രീഡം എന്നുള്ളത്. അത് ബ്രിട്ടീഷുകാർ അവരുടെ കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഗാന്ധിജിയുടെയും ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെയും ആ ഒരു ശക്തമായ പ്രവർത്തന നിമിത്തം ഇന്ത്യക്ക് അത് നേടിയെടുക്കാൻ സാധിച്ചു. ദ ഡ്രീം ഓഫ് ഇൻഡിപെൻഡൻസ് വാസ് അക്കംപ്ലിഷ്ഡ്. അങ്ങനെ ഇൻഡിപെൻഡൻസ് എന്നുള്ള ആ ഒരു സ്വപ്നം ഗാന്ധിജി സാക്ഷാത്കരിച്ചു. എങ്ങനെ? by his inimitable method of unwavering non-violence and non-cooperation. ഇൻഡിപെൻഡൻസ് നേടിയെടുക്കാൻ അദ്ദേഹം സ്വീകരിച്ച 2 ആയുധങ്ങളാണ് നോൺ വയലൻസ്, നോൺ കോപ്പറേഷൻ. അദ്ദേഹത്തിൻ്റെ അഹിംസയിലൂടെയും നിസ്സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെയും ഇന്ത്യക്ക് അദ്ദേഹം നേടിത്തന്ന
ഏറ്റവും വലിയ ഒരു സമ്പാദ്യമായിരുന്നു ഇൻഡിപെൻഡൻസ് എന്നുള്ളത്.